സ്വതസിദ്ധമായ ശൈലിയിൽ പാടിയും ആടിയും തമാശകൾ പറഞ്ഞും ഗുജറാത്ത് മലയാളികളെ ആവേശത്തിന്റെ കൊടുമുടിയിലെത്തിച്ച് പ്രശസ്ത പിന്നണി ഗായിക റിമി ടോമിയും സംഘവും. എന്റെ എല്ലാ പ്രിയപ്പെട്ട ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും കുഞ്ഞനുജത്തി അഞ്ചന്മാർക്കും നമസ്കാരം. ഒരു ചേട്ടൻ്റെ ഒച്ച മാത്രം ഒച്ച കേട്ടോ. ആ ചേട്ടനാന്ന് തോന്നി ഈ പരിപാടിയുടെ മൊത്തം ആൾക്കാരെ ഇളക്കാൻ പോകുന്ന ഒരാള്. അതാരായിരുന്നത്? അതാരായാലും വലിയൊരു ഹായ്. ഇപ്പോൾ ഒരു ചെറിയ മുസ്ലിം എടുത്തവും കാര്യങ്ങളും കാരണം ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ എല്ലാവരും ഇരിക്കുകയാണ്. വഡോദര മാനേജർ സെന്റ് അൽഫോൺസ സിറോ മലബാർ പിൽഗ്രിം ചർച്ചിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സ്നേഹോത്സവം 2026 ഗുജറാത്ത് മലയാളികൾക്ക് അവിസ്മരണീയമായൊരു സംഗീത വിരുന്ന് സമ്മാനിച്ചത്. പ്രശസ്ത പിന്നണി ഗായിക റിമി ടോമി, ഗായകൻ ശ്രീനാഥ്, ടോപ്പ് സിംഗർ താരം റോക്ക് സ്റ്റാർ കൗശിക് എന്നിവർ ചേർന്നാണ് വേദിയിൽ സംഗീതത്തിന്റെ മാന്ത്രികത തീർത്തത്. ഒരു ക്രിസ്തീയ ഭക്തിഗാനത്തോടെ ശാന്തമായി ആരംഭിച്ച സംഗീത നിശ പടിപടിയായി മലയാളം, തമിഴ്, കന്നഡ ഭാഷകളിലെ അടിച്ചുപൊളി പാട്ടുകളിലേക്ക് കടന്നതോടെ വേദി ഒന്നാകെ ആടിത്തിമിർക്കുകയായിരുന്നു. മാർച്ച് 4 ബുധനാഴ്ച വൈകുന്നേരം അക്കോട്ടയിലെ സർ സയാജി റാവു ഗൃഹിൽ നടന്ന പരിപാടിയിൽ വഡോദരയിൽ നിന്നും മറ്റ് നഗരങ്ങളിൽ നിന്നുമായി 1000-ലധികം സംഗീത പ്രേമികളാണ് ഒഴുകിയെത്തിയത്. വഡോദര സെയിന്റ് മേരീസ് പള്ളി വികാരി ഫാദർ ജോയ് ജോസഫിന്റെ പ്രാർത്ഥനയോടെയാണ് ഔദ്യോഗിക ചടങ്ങുകൾ ആരംഭിച്ചത്. സഹായ മെത്രാൻമാർ ജോസഫ് കൊല്ലംപറമ്പിൽ, വഡോദര കേരള സമാജം പ്രസിഡന്റും ശബരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാനുമായ ശ്രീ മോഹൻ ബി നായർ, ഇടവക വികാരി ഫാദർ ടോം ജി വടക്കേക്കര എന്നിവർ ചേർന്ന് ഭദ്രദീപം കൊളുത്തി സ്നേഹോത്സവം 2026 ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്തു. തുടർന്ന് ശ്രീ മോഹൻ ബി നായർ സദസ്സിനെ അഭിസംബോധന ചെയ്ത് ആശംസകൾ അറിയിച്ചു. പരിപാടി യാഥാർത്ഥ്യമാക്കാൻ സാമ്പത്തികമായി സഹായിച്ച വ്യക്തികൾക്കും സ്ഥാപനങ്ങൾക്കുമുള്ള ഉപഹാരങ്ങൾ ബിഷപ്പ് മാർ ജോസഫ് കൊല്ലംപറമ്പിൽ, ഫാദർ ടോം ജി വടക്കേക്കര എന്നിവർ ചേർന്ന് വേദിയിൽ വെച്ച് സമ്മാനിച്ചു. ശ്രീ മോഹൻ ബി നായർ, ശ്രീ ഷെല്ലി ജോസഫ്, കുമാരി റിമി ടോമി, ഫെഡറൽ ബാങ്ക് സീനിയർ വൈസ് പ്രസിഡന്റും സോണൽ ഹെഡുമായ ശ്രീ അജിത് കുമാർ, അനഘ എഞ്ചിനീയറിംഗ് MD ശ്രീ MR മുരളീധരൻ, എയർ കെയർ പ്രൊജക്ട്സ് ലിമിറ്റഡ് MD ശ്രീ ബൈജു ജോസഫ്, വഡോദര സെയിന്റ് മേരീസ് സിറോ മലബാർ ചർച്ച് ട്രസ്റ്റി അംഗം ശ്രീ AK യോഹന്നാൻ, ശ്രീ പ്രിൻസ് ചാലക്കൽ എന്നിവർ ഉപഹാരങ്ങൾ ഏറ്റുവാങ്ങി. മാനേജർ സെയിന്റ് അൽഫോൻസ പള്ളിയുടെ കൈക്കാരന്മാരായ ശ്രീ ലിജു എബ്രഹാം, ശ്രീ തോമസ് ജോസഫ് എന്നിവർ പരിപാടിയുടെ അവസാന ഭാഗത്ത് സദസ്സിനോട് സംസാരിച്ചു. പ്രോഗ്രാം കൺവീനർ ശ്രീ നെൽവിൻ ജോണിയുടെ നന്ദി പ്രസംഗത്തിന് ശേഷം നടന്ന അതിഗംഭീരമായ ഫ്യൂഷൻ ചെയിൻ സോങ്ങോടെയാണ് ഈ സംഗീതരാവിന് തിരശ്ശീല വീണത്. പരിപാടി വൻ വിജയമാക്കി തീർക്കാൻ ആദ്യാവസാനം സഹകരിച്ച എല്ലാ ഗുജറാത്ത് മലയാളികൾക്കും സംഘാടകർ ഹൃദയംഗമമായ നന്ദി അറിയിച്ചു. ശംഷാബാദ് അതിരൂപതയിലെ ഗുജറാത്ത് റീജിയനിലെ വഡോദരയിൽ മനേജയിൽ സെന്റ് അൽഫോൻസാമ്മയുടെ നാമധേയത്തിൽ ഒരു ദേവാലയം. ആ ദേവാലയം ഇവിടെയുള്ള നാനാജാതി മതസ്ഥർക്ക് ആശയം അത്താണിയുമായിട്ട് ഉയർന്നു നിൽക്കുന്നു എന്നതിൽ വലിയ സന്തോഷമുണ്ട്. ഈ പ്രവാസ ജീവിതം നയിക്കുന്ന സകലർക്കും വളരെയേറെ ആസ്വാദികരമാകുന്ന തരത്തിൽ ഒരു കലാപരിപാടി അവതരിപ്പിച്ചു എന്നുള്ളതാണ് ഈ പരിപാടിയുടെ മാഹാത്മ്യം. ഇത് 3ാമത്തെ പരിപാടിയാണ്. വളരെ സന്തോഷത്തോടെ ഇവിടുത്തെ സകല മനുഷ്യർക്കും അവർക്ക് ഭാഷയ്ക്ക് അപ്പുറത്തേക്ക് ഈ പരിപാടിയിൽ കാണുവാനും ആസ്വദിക്കുവാനും സാധിച്ചു എന്നതാണ് ഇന്ന് ഈ ഓഡിറ്റോറിയത്തിൽ സംഭവിച്ചത്. ആളുകൾ എന്തുമാത്രം പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ വന്നു. ഒരുപാട് പേർക്ക് പാസുകൾ കിട്ടിയില്ല.
കോർപ്പറേഷൻ്റെ ഈ ഓഡിറ്റോറിയം നിറഞ്ഞു കവിഞ്ഞു എന്നത് അത് ഈ പ്രദേശത്തെ മുഴുവനും ഇളക്കി മറിക്കുന്നതിന് തുല്യമായിരുന്നു. വളരെ മനോഹരമായ റിനി ടോമിയുടെ ഈ സ്നേഹോത്സവം എന്ന ലൈവ് ബാൻഡ് ഇനിയും ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തുവാൻ, കലാഹൃദയങ്ങൾക്ക് ആസ്വാദികരമാകുന്ന പരിപാടികൾ നടത്തുവാൻ സാധിക്കട്ടെ, ആസ്വദിക്കട്ടെ എന്ന് സ്നേഹപൂർവ്വം ആശംസിക്കുന്നു. ഈ വളരെ ചെറിയ സമയത്തിനുള്ളിൽ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിച്ചു. ഈ പ്രോഗ്രാം ചെയ്തപ്പോഴൊക്കെ ഞങ്ങൾക്ക് വലിയ ആശങ്കയുണ്ടായിരുന്നു. പക്ഷേ ഈ പ്രോഗ്രാമിൻ്റെ ടിക്കറ്റ് ഡിസ്ട്രിബ്യൂഷനുമായിട്ട് സംബന്ധിച്ച് ഞങ്ങൾ ആൾക്കാരെയൊക്കെ കാണാനായിട്ട് പോയി. അവിടെയൊക്കെ കിട്ടിയ വലിയ സ്വീകാര്യത അത്ര ഒരുപാട് വലുതാണ്. അതുപോലെ തന്നെ ഈ പ്രോഗ്രാമിൻ്റെ ഞങ്ങൾ ഉദ്ദേശിച്ചത് 1000 പേരിനകത്തെന്നാണ് ഉദ്ദേശിച്ചത്. പക്ഷേ ഞങ്ങൾ ടിക്കറ്റുകളും കാര്യങ്ങളുമൊക്കെ വിതരണം ചെയ്തപ്പോൾ ഏകദേശം 1200 മുകളിൽ ടിക്കറ്റുകൾ ഞങ്ങൾ വിൽക്കാനായിട്ട് സാധിച്ചു. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ നമ്മളുടെ ഗുജറാത്തിലെ സഹോദരങ്ങളോട് പറയുവാനായിട്ട് ഓർക്കുന്നു, ക്ഷമ എന്നൊരു വാക്ക്. കാര്യം കുറേ ആൾക്കാർ കഴിഞ്ഞ 2-3 ദിവസങ്ങളായിട്ട് ടിക്കറ്റിന് വേണ്ടി ഞങ്ങളെ സമീപിച്ചു. പക്ഷേ ഓൾറെഡി ഞങ്ങളുടെ ടിക്കറ്റ് സെയിൽ കഴിഞ്ഞ 4 ദിവസം മുമ്പ് ഞങ്ങൾ ക്ലോസ് ചെയ്തു. ഇനിയും ഇതുപോലുള്ള പ്രോഗ്രാമുകൾ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെ ഞങ്ങൾ അറിയിക്കും. അതുപോലെ തന്നെ ഈ ഓഡിറ്റോറിയം നിറഞ്ഞ് കവിയുകയായിരുന്നു, ആൾക്കാരുടെ ഒഴുക്ക് അത്രയായിരുന്നു. അതുപോലെ അതിമനോഹരമായ സക്സസ് ആയ ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സഹായിച്ചു. ഞങ്ങളുടെ ഇത് 3ാമത്തെ പ്രോഗ്രാമാണ്. ഇത്രയും നല്ലൊരു പ്രോഗ്രാം ചെയ്ത് ഞങ്ങൾക്ക് ഇവിടെ നിലനിൽക്കാനായിട്ട് സഹായിച്ച എല്ലാ നല്ലവരായ ഞങ്ങളുടെ സുഹൃത്തുക്കൾക്കും നന്ദിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു. ഇന്ന് നടന്ന ഈ സ്നേഹോത്സവം 2026 എന്ന ഈ പ്രോഗ്രാമിനെ സ്വന്തം ഹൃദയത്തിലേറ്റി ഇതിനെ വളരെ വിജയകരമായി മുന്നോട്ട് നയിച്ച ബറോഡയിലെ എല്ലാ മലയാളികൾക്കും, അതുപോലെ തന്നെ ഗുജറാത്തിലുള്ള ബറോഡയിൽ നിന്നും സൂററ്റിൽ നിന്നും അഹമ്മദാബാദിൽ നിന്നും വന്ന ഏവർക്കും ഞങ്ങൾ ഹൃദയത്തിൻ്റെ പേരിൽ നന്ദി അറിയിക്കുന്നു.